ഞാൻ എൻ്റെ ഇതൊന്നും കാണിച്ചില്ല, ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. ഇതെല്ലാം നമ്മുടെ ബൗണ്ടറിയാണ്. ഇവിടെ വരെ മേൽവശമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മേൽവശം ഒരു 50 സെൻറ്റ് സ്ഥലമുണ്ട്, അവിടെയാണ് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ മോള് വന്നിട്ട് മോൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോളുടെ ജോലിയൊക്കെ ഇട്ട് ഞങ്ങളുടെ കാലം കഴിഞ്ഞിച്ച് മോള് വീട് വെക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ്. ഇതുവരെ ഞങ്ങൾ പപ്പ തന്ന കുടുംബസ്വത്ത് വളരെ സൂക്ഷിക്കും. വിലക്കാർ വന്ന് ഇതൊക്കെ കഴുകിയിട്ടു. പിന്നെ കണ്ടോ, ഇത് വീടൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചല്ലോ. ഇനി നമുക്ക് അകത്തോട്ടൊന്ന് കയറാം. ഇതൊക്കെ സിറ്റ് ഔട്ടാണ്. ഇനിയിപ്പോൾ അവരുടെ കാലം കഴിഞ്ഞില്ലേ, കസേരയൊക്കെ ഒന്ന് മാറണം, ഇതൊക്കെ ചെയറൊക്കെ മാറണം. അധികം അതിലിട്ട് രണ്ടുപേരും മരിച്ചിട്ട്. ഇതാണ് അകത്തോട്ട് കയറിയാലുള്ള കർട്ടനൊക്കെ മാറണം. സെറ്റി ഉണ്ടോ, അവിടെ കാലത്തെ TV ഒക്കെയാണ്. സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് മാറണം. ഫാന് അതൊരു ഒന്നത്തേലും തൊടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഞങ്ങളുടെ കാലം കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞത്. ബെഡ്റൂമാണ് കേട്ടോ, നല്ലൊരു ബെഡ്റൂമാണ്. ഇത് മോഡിഫൈ ചെയ്തെടുക്കണം. ഇതൊരു ബെഡ്റൂമാണ്. ഇത് അന്നത്തെ കാലത്തെ ഡൈനിങ് ടേബിള്, വാഷ് ബേസിന്. ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ഇത് മോടെ കല്യാണത്തിന് 5 വർഷം കഴിഞ്ഞു. നമ്മൾ കാനഡയിലാണ്, PR കിട്ടിയിട്ടില്ല. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇത് മോൾക്ക് അവിടെ കിട്ടിയ മെഡലുകളാണ്. ഒരു മോളേ ഉള്ളൂ കേട്ടോ. ചെന്നൈ അപ്പോളയിലാണ് അവിടെ നേഴ്സിംഗ് പഠിച്ചത്. പിന്നെ കാനഡയിൽ പോയി പഠിച്ചു. ഇപ്പോൾ വെയിറ്റ് ചെയ്യുക കേട്ടോ PRന് വേണ്ടിയിട്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ ഇതൊരു ബാത്റൂമാണ് കേട്ടോ. ഇത് ഇച്ചിരി ഇത് മോഡിഫൈ ചെയ്തെടുക്കണം. അവരുടെ കാലത്ത് കറണ്ടില്ല, അവരുടെ കാലത്ത് ഇത് റെഡിയാക്കിയതാണ്. ഇതൊരു മോഡിഫൈ ചെയ്തെടുക്കുന്ന ബാത്റൂമാണ്. പിന്നെ ഇത് നമ്മുടെ കിച്ചണാണ്. പഴയ കാലത്തെ കിച്ചണാണെങ്കിലും വളരെ നല്ലതായിട്ട് അമ്മ സൂക്ഷിച്ച് വെച്ച് പോയാൽ. ഇതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ്. ഇതൊക്കെ നല്ല വീടാണോ നിങ്ങൾ പറയണേ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഇതാണെങ്കിൽ കൊച്ചു ബെഡ്റൂമാണ് കേട്ടോ. ഇതൊരു ബെഡ്റൂമാണ്. മരുന്നുകളും വെള്ളവും ഒക്കെയാണ്. ഇത് സ്വിച്ച് ബോർഡൊക്കെ മാറേണ്ടതാണ്. ബെഡ്റൂമാണ് കേട്ടോ. അതാണ് പപ്പായും മമ്മി ഉപയോഗിച്ച ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതാ ബെഡ്റൂമാണ്. ഇതൊരു ബാത്റൂമാണ് കേട്ടോ. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം. ക്ലീനാക്കി എടുക്കേണ്ടതാണ്. ഇവർ ഒന്നത്തേലും ഇവർ തൊടിച്ചിട്ടില്ല. ഇതായിരുന്നു അവരുടെ ബെഡ്റൂം. ഞങ്ങളുടെ കാലം കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞ് മക്കൾക്ക് ഏൽപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇത് വളരെ വർഷങ്ങൾക്കുള്ള പഴക്കമുള്ളതാണ്. ഇതാണ് മോള്, അലീന എന്നാണ് പേര്. ഒരു കുഞ്ഞേ ഉള്ളൂ. അവൾക്കൊരു കുഞ്ഞുണ്ട്, 1 വയസ്സുള്ളത്. ഇത് ഞങ്ങൾ ഗൾഫിലായിരുന്ന സമയത്ത് ഫോട്ടോ എടുത്തതാണ്. പിന്നെ ഇതും അതുപോലെ തന്നെ ഗൾഫിലുള്ളപ്പോൾ എടുത്തതാണ്. ഇത് എൻ്റെ വീട്ടിലായിരുന്നപ്പം സിസ്റ്ററിൻ്റെ മോളോടൊപ്പം എടുത്ത ഫോട്ടോയാണ്. ഇത് ഞങ്ങൾ ദുബൈയിലായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഇത് അവളുടെ ചെറിയ പ്രായത്തിലുള്ള ഫോട്ടോയാണ്. ഇത് ഞങ്ങൾക്ക് അലൈനോ ദുബൈയിലോ കണ്ടായിരുന്ന സമയത്ത് എടുത്തതാണ്. ഇതും അത് ഗൾഫിലിരുന്നുകൊണ്ടെടുത്താണ്. അപ്പയും മോൾ ഒരുപോലെ ഇരിക്കുന്നില്ലേ. ഇത് അവൾ ചെന്നൈ അപ്പോളയിലിരുന്നപ്പോൾ എടുത്ത ഫോട്ടോ കേട്ടോ. അവിടെ ഫ്രണ്ട്സാണ്. ഇതിൽ 2-3 കല്യാണം കഴിച്ച് ഇനി ഒന്നും കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ് ഇവിടെയൊക്കെ. ഇത് പിന്നെ അവനെ ഭയങ്കര വില്ലനാണ് കേട്ടോ. ഭയങ്കര വില്ലനാണ്. ഒരനക്ക മതി, ടുട്ടു എന്നാണ് പേര്. എന്താ ഒരു വസ്തു കിടന്നതിനകത്ത് എന്തെങ്കിലും വെച്ചാൽ ഫലവത്തായിരുന്നു. അതിൻ്റെ മേൽവശമാണ് ലെവൽ ചെയ്യുന്നത്. ഒന്നുകൂടെ കാണിക്കാം.
മേൽവശം അത് 50 സെൻറ്റ് സ്ഥലമുണ്ട്. അത് മുഴുവൻ പാറയാണ്, നല്ല പാറയാണ്. കണ്ടോ?